ജനപ്രതിനിധി എന്നുള്ള പറയും, ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി, DCC പറഞ്ഞാൽ മതി, നമ്മൾ അവർക്കെതിരെ പരാതി കൊടുക്കും. പരാതി കൊടുത്തവരുടെ ജോലി കൂടി കളയും ഉറപ്പായിട്ട്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കാൻ പാടില്ല. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അവരോട് മര്യാദയ്ക്ക് അവരെ ജോലി ചെയ്യാൻ പാടില്ല. അവരുമായിട്ട് നമ്മളെ BLMമാർ സഹകരിക്കണം. സഹകരിച്ച് പൂരിപ്പിച്ച് കൊടുക്കാനുള്ള മുഴുവൻ അപേക്ഷകളും കൊടുക്കണം. ഇനി കേറാതെ പോയേക്കുന്ന വോട്ടുകളുടെ ലിസ്റ്റ് എല്ലാ ബൂത്തിലും എടുക്കണം. നിങ്ങൾ നന്ദി പറയാൻ ഇനി പോകുന്ന കൂട്ടത്തിൽ വീടുകളിൽ പോയില്ലേ, പോണം, നന്ദി പറയാൻ പോയിരിക്കരുത്. കേരി ഓക്കെ എന്ന് പറയരുത്. പാലക്കെ കൂടി പോയി വീടുകളിൽ പോയി അവരോടൊക്കെ നന്ദി പറയണം. വോട്ട് ചെയ്യാത്ത വീട്ടിലും കയറി നന്ദി പറഞ്ഞേക്കണം. മനസ്സിലായോ? ചെന്ന് പറയണം. പറയണ കൂട്ടത്തിൽ ഈ അവരുടെ നമുക്ക് വോട്ട് ചെയ്യുന്ന വീടുകളിൽ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വോട്ട് ചെയ്യണ വീടുകൾ മാത്രം ശ്രദ്ധിച്ചാൽ ഈ വോട്ട് കയറിയിട്ടില്ലെന്ന് നോക്കണം. ഈ വോട്ട് കയറിയിട്ടില്ലെങ്കിൽ അത് കയറാനുള്ള സംവിധാനം ചെയ്യണം. സംഘടനാപരമായ സംവിധാനം നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന എല്ലാ സ്ഥലത്തും സംഘടനാപരമായ സംവിധാനം ശക്തി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സംഘടനയെ കൂടി സഹായിക്കുകയും അതിന്റെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ട നിങ്ങളാണ്. നിങ്ങൾക്കാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. ആ കാര്യം ഏറ്റെടുക്കണം എന്നാണ് പറയാനുള്ളത്. ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. നമുക്കറിയാം UDF എന്ന് പറയുന്നത്, ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി മാത്രമല്ല ഇന്നത്തെ UDF. അവിടെയാണ് UDFനെ വിലയിരുത്തുന്നതിൽ പലർക്കും പരാജയപ്പെട്ടത്. അതുകൊണ്ടാണ് കുറെ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല UDF. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയുന്നു, 2016-ലും 2021-ലും ഒന്നും നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ UDFന്റെ കൂടെയുണ്ട്. അതാണ് ഈ വിജയത്തിന്റെ രഹസ്യം. വെറും UDF അല്ല മത്സരിച്ചത്. ഇന്ന് UDF എന്ന് പറയുന്നത് ഈ പാർട്ടികളുടെ കോൺഫെഡറേഷൻ അപ്പുറം ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അങ്ങനെയാണ് UDFനെ ഇനി കാണേണ്ടത്. ഒരുപാട് ആളുകളുണ്ട്. ഈ കക്ഷികൾക്ക് അപ്പുറം ഒരുപാട് ആളുകളുണ്ട്. അതിൽ എന്റെ ഏറ്റവും സന്തോഷകരമായ കാര്യം, നിരവധി വർഷങ്ങളായി ഇടതുപക്ഷ സഹയാത്രികരായി നടന്ന കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ, എന്നുവെച്ചാൽ അവർ പാർട്ടി മെമ്പർമാരൊന്നും ആയില്ല, പക്ഷെ ഇടതുപക്ഷത്തിനെ അവർക്ക് ഇഷ്ടമായിരുന്നു. ഇടതുപക്ഷം വന്നാൽ നല്ലതാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ, ഇടതുപക്ഷം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരുപാടും ചെയ്യും എന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഇടതുപക്ഷ സഹയാത്രികർ, അവരിൽ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, സമൂഹത്തിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ട്, അതായത് അഭിപ്രായ രൂപീകരണം നടത്തുന്ന ആളുകളുണ്ട് ജനങ്ങളുടെ. അത്തരം ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ UDFന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുണ്ട്. ഞാൻ വെറുതെ പറയല്ല. ഞാൻ പല സ്ഥലത്തും ചെന്ന് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നിങ്ങൾ ചിരിച്ചോളാൻ പറഞ്ഞു. കാരണം നല്ല കമ്മ്യൂണിസ്റ്റുകാർ പലരും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്തത്. നിങ്ങൾ സംശയം നോക്കിക്കോ. ഈ ഇലക്ഷന്റെ റിസൾട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നോക്കിക്കോ. ഞാൻ 14 ജില്ലകളിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോഴും ചിരിച്ചോ, നല്ല ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോഴും ചിരിച്ചോളാം. അവർ നമുക്കാണ് വോട്ട് ചെയ്തത്. അവരുടെ എല്ലാ പ്രതീക്ഷയും, CPMലെ എല്ലാ പ്രതീക്ഷയും, LDFലെ എല്ലാ പ്രതീക്ഷയും അവർക്ക് നശിച്ചു.